back to my channel. My name is Priya. So, in this video, I will a surprise vlog. I will YouTube event in Chennai. So, YouTube event is YouTube space popup Chennai. So, that's name creators invited workshop എനിക്കിന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വർക്ക്ഷോപ്പ് തന്നെ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിലാണ് ഇപ്പോൾ താമസം. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം ഒരു 8 hours ട്രാവൽ ചെയ്തിട്ട് 8 hours എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. എന്നാലും ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കിട്ടും കൂടെ അവർ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് ഇങ്ങനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയാന്നുള്ളത്. അപ്പോൾ സോ എൻ്റെ വ്യൂവേഴ്സായി നിങ്ങൾക്ക് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ലൈഫിലെ എന്തൊരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊരു കാര്യവും ഡള്ളാവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അതിൻ്റേതായ എന്താ പറയുക റിസൾട്ട് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും കിട്ടും. അതുപോലെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ ചാനലിനെക്കുറിച്ച് ഞാൻ വറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടിയത്. നമ്മുടെ നാട്ടിൽ അതായത് ഓരോ ലാംഗ്വേജിലും നമുക്ക് കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതായത് യൂട്യൂബ് തുറന്നാൽ നമുക്ക് പല 100 കണക്കിന് ക്രിയേറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ ഒരു അവസരം എന്ന് പറയുന്നത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ക്രിയേറ്റേഴ്സിന് മാത്രമാണ് ഇങ്ങനെ ഇൻവിറ്റേഷൻസ് എല്ലാം തന്നെ അവർ കൊടുക്കുന്നത്. അതിലൊരാളാണ് ഞാനപ്പോൾ ഞാനായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നും ഏതൊരു കാര്യം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ചാനലിനെ ഇനിയും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇത്രയും ദിവസം എനിക്ക് എല്ലാമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ എൻ്റെ ലോങ് ഹെയർ ഞാൻ കട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കുറച്ച് സങ്കടമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലായി. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ പുതിയൊരു കണ്ടീഷണർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ചപ്പർത്തലച്ച് പോലെ എൻ്റെ തലയിരിക്കുന്നത്. അപ്പോൾ ആരും എന്തെങ്കിലും ഈവൻറ്റിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പുതുതായിട്ട് ഒന്നും ട്രൈ ചെയ്യേണ്ട. ട്രൈ ചെയ്താൽ ഇതുപോലെ ആവും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈവൻറ്റ് നവംബർ 20 ആയിരുന്നു. ഞങ്ങൾ നവംബർ 19 ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഒരു 3:30 അങ്ങനെ ആ സമയത്തായിരുന്നു ട്രെയിൻ. അപ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ 3:30 ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ രാത്രി 11 മണിയായി ചെന്നൈ സെൻട്രലിൽ എത്തിയപ്പോൾ. അപ്പോൾ 19 എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ്. വളരെ ഹാപ്പിയോടെയാണ് ഞാനൊരു ഈ ഒരു ഈവൻറ്റിന് പോയത്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്ത് വ്ളോഗൊന്നും അത്രയ്ക്ക് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നത്. എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും വ്ളോഗൊന്നും ചെയ്യാനായിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ½ an hour ആണ് അവിടെ പോയി എത്താനായിട്ട്. വേളച്ചേരിയാണ് വെന്യൂ. ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. ഞാൻ ഫോണിലാണ് കേട്ടോ വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിട്ടുണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ടാറ്റാ. ഇതാണ് നമ്മുടെ പോപ്പപ്പ് നടന്ന വെന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ തമിഴ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് ക്രിയേറ്റേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇതുപോലൊരു ബാൻഡ് തന്നു. ഇത് കെട്ടിയപ്പോൾ തന്നെ നല്ല പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മൊമെൻ്റാണ്, നല്ല പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്താണ് ഈ ഒരു റൂം പോലത്തെ ഈ കാര്യത്തിനകത്താണ് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് നടന്നത്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. എല്ലാം ബ്ലോഗിങ്ങിൽ നല്ല ബിസി ആയിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ വർക്ക്ഷോപ്പ് വന്നിട്ട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ക്രിയേറ്റേഴ്സിനുള്ള വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ കുറേ പ്രൊഫഷണൽസ് വന്നിട്ട് കുറേ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ബർത്ത് ആയിട്ടുണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത് തന്നെ. കുറേ ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളുടെ കൂടെ അതായത് ക്രിയേറ്റേഴ്സിൻ്റെ കൂടെയും പ്രൊഫഷണൽസിൻ്റെ കൂടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ കീർത്തിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ. അപ്പോൾ കീർത്തിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കീർത്തിനെ കുറിച്ച് അറിയാം. ഗോ ഗ്ലാം വിത്ത്
അപ്പോൾ അപ്പോൾ മലയാളത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, മറ്റെല്ലാവരും തമിഴാണ്. പിന്നെ കർണാടക അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. അപ്പോൾ ഇവിടെ വന്നത് വളരെ ഫണ്ണായിട്ടുണ്ട്. ഫണ്ണ് മാത്രമല്ല, നല്ല എന്താ പറയുക, നല്ല ഇൻഫോർമേറ്റീവായിട്ടുണ്ടായിരുന്നു. പിന്നെ പരിചയപ്പെടാനൊന്നും പറ്റില്ല, കുറേ തമിഴ് ലോകേഴ്സിനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, പോപ്പുലർ ആയിട്ടുള്ള കുറേ പേര്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഹാപ്പി. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വ്ളോഗ് ഒത്തിരി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. അടുത്ത സെഷന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ. അതുകൊണ്ട് അത്രയ്ക്ക് ഞങ്ങൾക്ക് വ്ളോഗൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷം. അവിടെ ചെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ടുള്ള കാരണം നിങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളോട് നന്ദി പറയേണ്ട കടപ്പാട് എനിക്കുണ്ട്. പിന്നെ എന്നെ ഈ ഈവെൻറ്റിൽ കൊണ്ട് ആക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും എൻ്റെ മോളും കൂടി നല്ലോണം കറങ്ങിയിട്ടുണ്ട്. കറങ്ങാൻ പോയിട്ടുള്ള പിക്സാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അനിയത്തിയുടെ ഹസ്ബൻഡാണ്, പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് മോളുമാണ്. അപ്പോൾ അവർ അവിടെ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ കുറച്ച് അതിൻ്റെ ക്ലിപ്സാണ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ലവ് യു ഓൾ.